ഇനി നടക്കില്ല എന്ന് തീർപ്പെഴുതിയിട്ട് ഈ കേരളത്തിൽ നിന്ന് NHI വിട്ടുപോയ ദേശീയപാത പോലെയുള്ള വിഴിഞ്ഞം പോലെയുള്ള ഗെയിൽ പൈപ്പ് ലൈൻ പോലെയുള്ള കേഫോൺ പോലെയുള്ള വിപ്ലവകരമായ പദ്ധതികൾ നടത്തി കോടിക്കണക്കിന് ഉറുപ്പികയുടെ നിക്ഷേപം വരും തലമുറയ്ക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന വിധത്തിൽ കേരളം മാറിയില്ലേ? അടിസ്ഥാന സൗകര്യങ്ങൾ വികസനങ്ങൾ മാത്രമാണോ? ക്ഷേമ പദ്ധതികൾ അതിനോടൊപ്പം മുന്നോട്ട് പോകുന്നില്ലേ? ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇത് കേരളത്തിൽ 9 വർഷക്കാലം കേരളത്തിനകത്ത് നടന്ന സമഗ്രമായ വികസനമാണ്. അത് PV അൻവറിന്റെ ഏതെങ്കിലും സ്വന്തമായ പണം കൊണ്ട് നിർമ്മിച്ചതല്ല. അത് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് അൻവറിന്റെ നേട്ടമാണ്. അതാണ് അൻവർ അവകാശപ്പെടുന്നത്. 9 ഇവിടെ എല്ലാം ചെയ്ത് നേട്ടം ഉണ്ടാക്കി എന്നല്ല അൻവർ പറഞ്ഞത്. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതാ പറഞ്ഞത്. അൻവറിനെ വിവസ്ത്രനാക്കി മഴയത്ത് നിർത്തി. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് അൻവറിന്റെ വാദം. അല്ല, രാഷ്ട്രീയത്തിൽ ഒരല്പം അവധാനതയും ഔചിത്യവും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകാൻ കാര്യപ്രാപ്തിയും ഒക്കെ ആവാം എന്ന് മാത്രമേ എനിക്ക് അതിനോട് മറുപടി ഉള്ളൂ. ഇവിടുത്തെ ഒരു മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ ഇവിടുത്തെ മനുഷ്യർ പറയുന്നുണ്ട്. എൻ്റെ അടുത്തുള്ളത് AP അനിൽകുമാർ MLA ഈ നിയമസഭയിൽ 9/10/2024 ചോദിച്ച ഒരു ചോദ്യത്തിന് AK ശശീന്ദ്രൻ നൽകിയ മറുപടിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ക്രാഷ് ഗാർഡ് വേലി, കൽമതിൽ, റെയിൽ വേലി, ചുറ്റുമതിൽ, ഇരുമ്പ് വേലി തുടങ്ങി ഇവിടുത്തെ വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ഉണ്ടാക്കേണ്ട സുരക്ഷിതമായ മാർഗങ്ങൾക്ക് 2023-ലും 2024-ലും 2025-ലും ഉൾപ്പെടെ നൽകിയിട്ടുള്ള പണം, ചിലവഴിച്ച പണത്തിൻ്റെത് 0 എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ മലയോര മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാലാശ്രിതമായ പദ്ധതികളോ അതുപോലെ തന്നെ മേന്മയുള്ള ഉപകരണങ്ങളോ ഇല്ലാതെ വനം വകുപ്പിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു സംവിധാനങ്ങളെയും നിഷ്കാസം ചെയ്ത് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വെള്ളക്കെട്ട